നശിച്ച് നാറാണക്കല്ലാക്കി കളയും. നിങ്ങൾക്ക് അധോലോകം വരെ പോകേണ്ടി വരും. പാഴ്സൽ ഫ്രം സം അതർ പാസഞ്ചേഴ്സ് എടുത്തു കൊണ്ടുപോയി വേസ്റ്റിലെറിയും. അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? എന്തിനപ്പോൾ വന്നിരുന്നല്ലോ വലിയ കാര്യത്തിന് ഞാനിവിടെ. ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെക്ക് ഇൻ ആൻഡ് ക്യാരി ഓൺ ബാഗിനെ പറ്റി ആയാലോ. അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേഗം വീഡിയോ തുടങ്ങാം. സോ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും എന്തെങ്കിലും ബാറ്ററി പവേർഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടോ, പവർ ബാങ്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ചെക്ക് ഇൻ ബാഗിൽ നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് പവർ ബാങ്ക്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ഓൺ ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതായത് ക്യാബിനിലോട്ട് പോകുന്ന ബാഗിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പവർ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുന്ന നിങ്ങൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുവാണ് നിങ്ങളുടെ ബാഗിൽ പവർ ബാങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് തലയാട്ടി നിങ്ങൾ പോവുകയാണെന്ന് വിചാരിക്കാം. ഇഫ് ഇൻ കേസ് നിങ്ങളുടെ ബാഗിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധോലോകം വരെ പോകേണ്ടി വരും. അധോലോകം എന്താണെന്നറിയോ? ഇറ്റ് ഈസ് നോൺ ആസ് ലെവൽ 4. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെക്ക് ഇൻ കഴിഞ്ഞ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇങ്ങനെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അന്നേരമായിരിക്കും നമ്മുടെ ബാഗിൻ്റെ സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞിട്ട് അവർ വിളിക്കുന്നത്, നിങ്ങളുടെ ബാഗിൽ ലെവൽ 4 പെട്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് ലെവൽ 4 വരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്റ്റാഫ് ലെവൽ 4 കൊണ്ടുവന്നു. ലെവൽ 4 കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാഗ് മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നുണ പറയാൻ നിൽക്കരുത്. സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫ് ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും നുണ പറയാൻ നിൽക്കരുത്. പവർ ബാങ്ക് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. വേറെ ജനറലായിട്ട് ഈ പ്രവാസികൾ കൊണ്ടുപോകുന്ന മെയിൻ ഐറ്റം ആയിരിക്കും ഈ അച്ചാർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നീ ഐറ്റംസൊക്കെ. ഇതൊരിക്കലും നമ്മൾ ക്യാബിൻ ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത്, അതായത് സെക്യൂരിറ്റി ചെക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്റേ സ്ക്രീനിങ് നടക്കും ബാഗിൻ്റെ. അപ്പോൾ അന്നേരം ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതൊക്കെ മേടിച്ച് വെക്കും. സോ ബെറ്റർ നിങ്ങളിത് എന്ത് ചെയ്യണം? ചെക്ക് ഇൻ ബാഗിൽ തന്നെ ഇടാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ പെർഫ്യൂമൊക്കെ ഇല്ലേ, ഭയങ്കര വില കൊടുത്ത് നമ്മൾ കൊണ്ടുവരുന്ന പെർഫ്യൂം, അതുപോലെ തന്നെ ജെല്ലുകൾ, ഹെയർ ജെല്ലുകളൊക്കെ. ഇതിനൊന്നും ഒരു 100 ml കൂടുതൽ ക്യാരി ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്കില്ല. 100 ml കൂടുതലാണെങ്കിൽ അത് സെക്യൂരിറ്റി ചെക്കിൽ അവരത് എടുത്തു കൊണ്ടുപോയി വേസ്റ്റിലെറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും വിലപിടിപ്പുള്ള നിങ്ങളുടെ സ്പ്രേ ഒക്കെ ആണെങ്കിൽ അതൊരു 100 ml താഴെയുള്ള കുപ്പിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ഇൻ ബാഗിൽ വിടാനായിട്ട് ശ്രദ്ധിക്കുക. സ്പ്രേൻ്റെ കൂടെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽസ് കൂടി ഉണ്ട്. അതായത് വാട്ടർ ബോട്ടിൽസ് ആണെങ്കിലും എയറേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിലും 100 ml ആണ് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ടു ദ ക്യാബിൻ ബാഗേജ്. അതല്ല ബിഗർ എമൗണ്ടിലാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സംസം വാട്ടറൊക്കെ വരില്ലേ, അപ്പം നമ്മൾ മദീന മെക്കൊക്കെ പോയി വരുന്നവർ, അപ്പോൾ അവരത് ചെക്കിനിൽ ഇടുന്ന പോലെ തന്നെ 100 ml കൂടുതലായിട്ടുള്ള ലിക്വിഡ് എയറോസോൾ ജെൽ, അതിന് നമ്മൾ ലാഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ചെക്ക് ഇൻ ബാഗിലാണ് പോകേണ്ടത്. വേറെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഈ മെഡിസിൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മെഡിസിൻസ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിൽ ചെക്ക് ഇൻ ആൻഡ് ക്യാരി ഓൺ ബാഗിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പ്രിസ്ക്രൈബ്ഡ് അല്ലാത്ത മെഡിസിൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ക്യാരിഡ് ഇൻ യുവർ ക്യാബിൻ ബാഗേജ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഈ തലവേദന, പനി, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസിലുള്ള മരുന്നുകളായിരിക്കണം. ഉറക്കത്തിനുള്ള അങ്ങനത്തെയൊക്കെ മരുന്നുകൾ മാക്സിമം ക്യാരി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. വിത്ത് പ്രിസ്ക്രിപ്ഷൻ തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇനി കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഇ സിഗരറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ചെക്കിനും ക്യാബിനിലും അലൗഡ് അല്ല. അതായത് ഡൊമസ്റ്റിക് സെക്ടേഴ്സിൽ ഈ സിഗരറ്റ് എന്ന് പറയുന്നത് അലൗഡ് അല്ല. നിങ്ങൾ പുറത്തുനിന്ന് ഒരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ദേ ഡു അലോ ഇറ്റ് ഇൻ ക്യാബിൻ ബാഗേജസ്. അപ്പോൾ അത് നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ബാഗിൽ അത് അലൗഡ് ആണ്. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാബിൻ ബാഗിലോ അല്ലെങ്കിൽ ചെക്ക് ഇൻ ബാഗിലോ അലൗഡ് അല്ല. എസ്പെഷ്യലി ചില എയർലൈൻസിൽ അതിന് അവർക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും രണ്ടിലും അലോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ചില എയർലൈൻസുകളിൽ അവർ ക്യാബിൻ ബാഗിൽ അലോ ചെയ്യുന്നുണ്ട്. വേറെ ഒന്ന് നമ്മുടെ ഈ സിസേഴ്സ് ആണ്. സിസേഴ്സ് ഒരിക്കലും ക്യാബിൻ ബാഗിൽ അലോ ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി ചെക്ക് നടക്കുന്ന സമയത്ത് അവരത് ഹോൾഡ് ചെയ്ത് വെക്കും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കത്തി അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ ഡേഞ്ചറസ് ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ ബാക്കിയുള്ള ഒരാളിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റവും തന്നെ ക്യാബിനിൽ പോകുന്നതല്ല കേട്ടോ. അങ്ങനത്തെ എന്ത് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഡൗട്ട് കൂടാതെ നിങ്ങൾ അത് ചെക്ക് ഇൻ ബാഗിൽ ഇട്ടോളൂ. നെക്സ്റ്റ് വൺ നമ്മുടെ ബേബി സ്റ്റോളേഴ്സ് ആണ്. അപ്പോൾ ബേബി സ്റ്റോളേഴ്സ്
എയർലൈൻ ടു എയർലൈൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒരു ഓവർഹെഡ് ബിന്നിനുള്ളിൽ കൊള്ളാവുന്ന കോമ്പാക്ട് സൈസിലുള്ള സ്ട്രോളേഴ്സ് ആണെങ്കിൽ അവരത് ഉള്ളിലോട്ട് അലോ ചെയ്യും. അതല്ല ബിഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പില്ലബിൾ ബാറ്ററീസ് ഉള്ള ഇതുപോലുള്ള സ്ട്രോളേഴ്സ് ഒരിക്കലും ക്യാബിനിൽ കൊണ്ടുവരാൻ വേണ്ടി സമ്മതിക്കില്ല. അത് അവർ ഒന്നുകിൽ ഗേറ്റിന് അവിടെ വെച്ചിട്ട് ടാഗ് ചെയ്ത് കാർഗോയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുക. നോൺ സ്പില്ലബിൾ ആയിട്ടുള്ള റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററീസ് ആണെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാബിനിൽ കൊണ്ടുവരാവുന്നതാണ്. അതർവൈസ് ബിഗ് സ്ട്രോളേഴ്സ് ഒക്കെ തന്നെയും കാർഗോൻ്റെ ഉള്ളിൽ പോകേണ്ടതാണ്. സ്മോൾ അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിലുള്ള സ്ട്രോളേഴ്സ് നമ്മുടെ ക്യാബിനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതുമാണ്. വേറൊന്ന്, നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും, ഇതിപ്പോൾ എന്ത് പ്രശ്നമെന്ന്. അങ്ങനെ തോന്നുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കൊപ്ര. സോ കൊപ്ര അല്ലെങ്കിൽ കോക്കനട്ട് എന്ന് പറയുന്നത്, ഡ്രൈഡ് കോക്കനട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനിൽ അലൗഡ് അല്ല. സോ നമ്മൾ കൊപ്രയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് രണ്ടിലും ചെക്ക് ഇൻ ആൻഡ് ക്യാരി ഓൺ ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഡ്രൈഡ് കോക്കനട്ട് അല്ലാത്ത കോക്കനട്ടുകൾ നമ്മൾ സ്മോൾ പീസസ് ആയിട്ട് അലോ ചെയ്യുന്നതാണ് കേട്ടോ. ബട്ട് ഡ്രൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫയർ ക്യാച്ച് ചെയ്യാനായിട്ട് ഈസി ആയതുകൊണ്ടാണ് നമ്മൾ ഡ്രൈഡ് കോക്കനട്ട് ഒരു ഫോമിലും അലോ ചെയ്യാത്തത്. അത് ചെക്ക് ഇൻ ആൻഡ് ക്യാരി ഓണിൽ അലോ ചെയ്യാതെ വരുന്നത്. വേറൊരു കാര്യം, നിങ്ങളിപ്പം പെരിഷബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം. അത് ചെക്ക് ഇനിലായിക്കോട്ടെ ക്യാബിൻ ബാഗിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഡ്രൈ ഐസ് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡ്രൈ ഐസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, സോളിഡിഫൈഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമാണ്. അപ്പോൾ ഡ്രൈ ഐസിൽ കീപ്പ് ചെയ്തിട്ട് പെരിഷബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് വെജിറ്റബിൾസ്, മീറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ബട്ട് ഒരു ആൾക്ക് മാക്സിമം 2.5 kg ഡ്രൈ ഐസ് മാത്രമേ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. വേറൊരു കാര്യം, നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് ആണ് വേറെ മെർക്കുറി ഉള്ളത്. അപ്പോൾ മെർക്കുറി എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതൊരു കൊറോസീവ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ്. ഒരു തുള്ളി മതി നമ്മുടെ കംപ്ലീറ്റ് എയർക്രാഫ്റ്റ് അത് നശിച്ച് നാറാണക്കല്ലാക്കി കളയും. അപ്പോൾ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ പോലും അത് എക്സ്ട്രാ കെയർ ആൻഡ് കോഷനോട് കൂടി മാത്രമേ ഓൺബോർഡ് കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളൂ. സോ ഇപ്പോൾ ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ വിച്ച് കണ്ടെയ്ൻസ് മെർക്കുറി ആണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസ് കൊണ്ട് മാത്രമേ ഓൺബോർഡ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ മേക്കപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, കേളേഴ്സ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ്നർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ബോ ചെക്ക് ഇൻ ആൻഡ് ക്യാരി ഓൺ ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ബട്ട് അതിൻ്റെ ഹീറ്റിംഗ് എലിമെൻറ്റ് കംപ്ലീറ്റ്ലി കവേർഡ് ആണ് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ലിക്കർ. നിങ്ങൾ ലിക്കറൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതിനായാലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പെർസെൻറ്റേജ് എഴുതി കാണുമല്ലോ, എത്രയാണ് സ്പിരിറ്റ് എന്നുള്ളത്. അപ്പോൾ അത് 24 to 70% ആണെങ്കിൽ നിങ്ങൾക്ക് 5 ലിറ്ററാണ് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കയ്യിലായിരിക്കുമല്ലോ കൊണ്ടുവരുന്നുണ്ടാവുക. അതല്ലെങ്കിൽ തന്നെയും 5 ലിറ്ററാണ് മാക്സിമം പെർ പേഴ്സൺ ഉണ്ടാവുക. ഇതിനിടയിലാണ് സ്പിരിറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 24% ആണെങ്കിൽ അതിന് ലിമിറ്റ് ഒന്നും കമ്പനി പറയുന്നില്ല. ഇനി ഇതിലൊന്നും പെടാത്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഹിബിറ്റഡ് ഐറ്റം ഉണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതെന്താണെന്നറിയോ, പാഴ്സൽ ഫ്രം സം അതർ പാസഞ്ചേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണ്ടപ്പെട്ടവരാന്ന് പറഞ്ഞിട്ട് ഓപ്പൺ പോലും ചെയ്യാതെ കൊണ്ടുവരുന്ന പാഴ്സലുകളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐറ്റം. അതിനകത്ത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസത കൊണ്ട് നിങ്ങൾ തുറന്ന് നോക്കാതെ കൊണ്ടുവരികയും ചെയ്യുന്നവരുണ്ട്. അതല്ല, ഇനിയിപ്പോൾ അവർക്ക് മോശമല്ലേ, അവളുടെ ഫ്രണ്ട് പറഞ്ഞ് കൊടുത്തു വിടുന്നതല്ലേ, അതുകൊണ്ട് നോക്കണ്ട, എനിക്ക് അവരെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നതുമായിട്ടുള്ള പാഴ്സൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അൺനോൺ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബാഗേജോ പാഴ്സൽസുകളോ സ്വീകരിക്കാതിരിക്കുക. അത് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാതിരിക്കാനും നോക്കുക. സോ ജനറലി നിങ്ങൾ ഇത്ര ഐറ്റംസൊക്കെ തന്നെയല്ലേ കൊണ്ടുവരാറുള്ളൂ. വേറെ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടെങ്കിൽ അതിന് ഡൗട്ടായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ ജനറലി ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പാസഞ്ചേഴ്സ് വരുമ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് പോകുമ്പോഴാണെങ്കിലും ഒക്കെ ചോദിക്കാറ്, എടാ ഇത് കൊണ്ടുവരാൻ പറ്റുമോ, ഇത് ചെക്കിനിലാണോ ഇടേണ്ടത്, ഇത് ക്യാബിനിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് കാണാം. ബൈ.